2020 മാട്രിക്സിന്റെ ഇത് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ മനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ത് ചെയ്തു? മനീഷ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, പള്ളി ഇന്റർനാഷണലിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സും ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സും പൂർത്തിയാക്കി. ഇവിടെ ഒരു 100 യൂണിവേഴ്സിറ്റി ഫാമിങ്ങും സീഡ് ഫണ്ടിങ്ങും ഒക്കെ ചെയ്ത് 18,000 ഒരു ഐഡി മാത്രം അടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു. ഷാജി എന്ന വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇവിടെ ഷാജി എന്ന വ്യക്തിയെ മാത്രമാണ് ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ മനീഷ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഷാജിനെ മാത്രം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ, ഒന്നാമത്തെ ലെവൽ. അപ്പോ ഷാജി എന്ന വ്യക്തി 1 ലക്ഷം 1 lakh ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. 1 lakh 1 ലക്ഷം ഷാജി കൊണ്ടുവന്ന് ഷാജി വളരെ സീരിയസ് ആയിട്ട് എടുത്ത് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഡയറക്റ്റ് ഷാജിയുടെ വരുമാനം 20% മനീഷിന് ലഭിക്കും. ക്ലിയർ അല്ലേ? മനീഷിന് ഇവിടെ 20% ഷാജിയുടെ വരുമാനം ലഭിക്കും. ഡയറക്റ്റ് ഒരാളെ കൊണ്ടുവന്നു. അപ്പൊ മനീഷ് ഒരാളെ മാത്രം കൊണ്ടുവന്നു. ഷാജി എന്ന വ്യക്തി എന്ത് ചെയ്തു? സീരിയസ് ആയി ഒരു 20 പേരെ ഡയറക്റ്റ് ഈ പള്ളി ഇന്റർനാഷണൽ ബിസിനസിന്റെ സാധ്യതകൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് 20 ഷാജി എന്ത് ചെയ്തു? 20 വ്യക്തികളെ കൊണ്ടുവന്നു. ഷാജിയുടെ ഒന്നാമത്തെ ലെവലില് എന്ത് ചെയ്തു? 20 ഡയറക്റ്റ് കൊണ്ടുവന്നു. ഈ 20 ഡയറക്റ്റ് കൊണ്ടുവന്നു. ആ വ്യക്തികൾ ഫുൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് 20 ലക്ഷം ഓരോ ലക്ഷം വീതം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 20 ലക്ഷത്തിന്റെ ബിസിനസ് ഷാജിയുടെ ഡയറക്റ്റ് 20 പേര് ചെയ്തു. റെഡിയല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ മനീഷ് എന്ന വ്യക്തിക്ക് വരുമാനം ലഭിക്കില്ല, ഒരിക്കലും ലഭിക്കില്ല. ഡയറക്റ്റ് ഷാജിയെ മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ 20 ലക്ഷത്തിന്റെ വരുമാനം മനീഷിന് ലഭിക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 2 ഡയറക്റ്റ്, അതായത് മെയിൻ ഐഡിക്ക്, മനീഷിന്റെ മെയിൻ ഐഡിക്ക് അഡീഷണൽ ഒരാളെ മാത്രം കൊണ്ടുവന്നാൽ ഈ 20 ലക്ഷം ഈ വരുമാനത്തിന്റെ ഈ വ്യക്തികൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 20 ലക്ഷത്തിന്റെ 19% വരെ ലഭിക്കുക. ഈ 20 ലക്ഷത്തിന്റെ ആ ടീം മെമ്പേഴ്സ് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 19% മനീഷ് എന്ന വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ വെറും 2 ഡയറക്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ ഈ 20 വ്യക്തികളും തീരുമാനമെടുക്കും. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഈ ഒരു പള്ളി ഇന്റർനാഷണൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വ്യക്തികൾ മുഴുവൻ 20 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോ ഈ മനീഷിന്റെ 1 ഷാജി, രണ്ടാമത്തെ ലെവൽ, മൂന്നാമത്തെ ലെവലിൽ ടോട്ടലി 400 മെമ്പേഴ്സ് 1 2 മൂന്നാമത്തെ ലെവലിലാണ് വന്നത്. മനീഷ് എന്ന വ്യക്തി അപ്പോൾ 2 ആളെ മാത്രം ജോയിൻ ചെയ്യിപ്പിച്ചു. ഈ മൂന്നാമത്തെ ലെവലില് 400 മെമ്പേഴ്സ് വന്നു. അപ്പൊ 400 മെമ്പേഴ്സും ടോട്ടലി അവരൊക്കെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ടോട്ടലി ഇവിടെ ഈ 400 മെമ്പേഴ്സും 1 കോടിയുടെ ബിസിനസ് ഇവിടെ നടത്തി കഴിഞ്ഞു. 1 കോടിയുടെ ബിസിനസ് നടത്തി കഴിഞ്ഞു അല്ലെ? 1 കോടിയുടെ ബിസിനസിന്റെ ഈ ടീം മെമ്പേഴ്സ്, ഈ മൂന്നാമത്തെ ലെവലിലെ ഈ ടീം മെമ്പേഴ്സ് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവർ വാങ്ങിക്കുന്ന വരുമാനത്തിന്റെയാണ്, അല്ലാണ്ട് 1 കോടിയുടെ ഒരിക്കലും ശതമാനമല്ല. അപ്പൊ ഈ വരുമാനം ലഭിക്കണം എന്ത് വേണം? ഡയറക്റ്റ് 18% വരുമാനം ലഭിക്കണമെങ്കിൽ 1 ജോയിൻ ചെയ്യിപ്പിച്ചു, 2 വെറും 3 ഡയറക്റ്റ്. ഇവിടെ 1 കോടിയുടെ ബിസിനസ് നടത്തുന്നില്ല. ഈ ഒരു ഷാജി സാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ ലെവലില് 1 കോടിയുടെ ബിസിനസ് ആ 400 ടീം മെമ്പേഴ്സും കൊണ്ടുവന്നു കഴിഞ്ഞു. വെറും 3 ഡയറക്റ്റ് റെഫറൽ മാത്രം വെച്ചാൽ മതി. ക്ലാസ്സിൽ പറഞ്ഞ പോലെ വെറും 3 ഡയറക്റ്റ് എടുത്തു. അപ്പോൾ സിസ്റ്റത്തിന്റെ 2020 മാട്രിക്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ പ്രകാരം ഈ 400 പേരും എന്ത് തീരുമാനമെടുത്തു? ഒരു 20 പേര്, 400 പേരും ഓരോ മെമ്പേഴ്സും 20 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ 1 2 3 നാലാമത്തെ ലെവലില് ലെവൽ 4 ലെവൽ 4 ലെവൽ 4 8000 മെമ്പേഴ്സ്, ടോട്ടലി 8000 പേര് 1 2 3 നാലാമത്തെ ലെവലിൽ വന്നു കഴിഞ്ഞല്ലേ? അപ്പൊ ഈ 8 ലെവലിലും ഒരു 5 കോടിയുടെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഡിഫറന്റ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള 50,000 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം ഒക്കെ ഈ 8,000 പേരും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് 5 കോടിയുടെ ബിസിനസ് മനീഷ് എന്ന വ്യക്തിയുടെ ഒന്നാമത്തെ ലെവല്, രണ്ടാമത്തെ ലെവല്, മൂന്നാമത്തെ ലെവല്, നാലാമത്തെ